നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്യുകയാണ്, ക്രിസ്മസുമായി അനുബന്ധിച്ചുള്ള ഡെക്കറേഷൻ, ക്രിസ്മസ് ട്രീ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം മുമ്മും ഉണ്ട് നമ്മുടെ കൂടെ. നമ്മളപ്പം ഇന്ന് ഡെക്കറേഷനിലാട്ടോ. മോതിരം ഇത് എന്തോ മമ്മി നോക്കണം മമ്മി. ഇങ്ങോട്ട് വാ. ഇത് നമ്മൾ വാങ്ങിയ സാധനങ്ങളാട്ടോ ഇതെല്ലാം. കുറേ സാധനങ്ങൾ ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയുള്ള. ട്രീ കാണുന്നില്ല, ട്രീ തപ്പി പിടിക്കണം, അത് വേറെ കാര്യം. പിന്നെ സ്റ്റാർ മെയിനായിട്ടുള്ള സ്റ്റാർ. ഇതിൻ്റെ ഭംഗി രാത്രി അറിയാൻ പറ്റുള്ളൂ, ഇപ്പോൾ ഒന്നും അറിയാൻ പറ്റില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്ന പറയുന്നത്. പിന്നെ മെറി ക്രിസ്മസ്, അത് 3 ഉണ്ട് നമുക്ക്. ക്രിസ്മസ് ട്രീ ആണ്. ട്രീ എവിടെ വെച്ചതെന്ന് മറന്നുപോയി, അപ്പോൾ നമ്മൾ പോയി തൊപ്പി പിടിച്ചെടുത്ത കേട്ടോ. ട്രീ പൊട്ടിക്കണം. പിന്നെ ഇത് ബ്രോഡ്വേ എന്നാണ്. നമ്മൾ ബ്രോഡ്വേ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ആ ചേട്ടൻ നന്നായിട്ട് ഇതൊക്കെ പൊട്ടിച്ച് വന്നിട്ടുണ്ട്. വാവ്, ഇതാട്ടോ ട്രീ. പിന്നെ ഇങ്ങനെ ഇളക്കി എടുക്കണം. പിന്നെ അതൊക്കെ മുമ്മൂനറിയാം. മുമ്പ് ഇതൊക്കെ ഇളക്കി വെച്ച് തരണം, എനിക്കറിയത്തില്ല. ഇത് 2 പീസ് ഉണ്ട്. ഇപ്പോൾ 2 പീസും കൂടെ നമ്മളിങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഒട്ടിക്കണം എന്ന്. ഓ, ഇതിങ്ങനെയാണ്, മനസ്സിലായോ? ഓക്കെ. ഇത് 5 അടിയാണ്. 5 അടി എന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമുക്ക് ട്രീ സെറ്റ് ചെയ്യാം. നമ്മുടെ ട്രീയുടെ ബോക്സ് ആയിരുന്നു, അതിപ്പം അതിൻ്റെ അവസ്ഥ ഇതാ കേട്ടോ. ഹൈറ്റ് കുറവാണോ? മതിയായിരുന്നു. ലക്കി ചെയ്യൂ കേട്ടോ. ലക്കി ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണം. ഓ ഷൂ, ഇതൊക്കെ പോകണം. പപ്പാഞ്ഞി ആട്ടോ, കുഞ്ഞി പപ്പാഞ്ഞിയാണ്. ക്രിസ്മസ് അപ്പൂപ്പൻ ആട്ടോ നമ്മൾ പറയുന്നത്. ഇവിടെ പപ്പാഞ്ഞി എന്ന് പറയും. പപ്പാഞ്ഞി മറ്റേ അങ്ങോറ പാട്ടിലിടി ഉണ്ട തക്കാളി. ബോൾ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക്. തെറ്റിദ്ധരിക്കല്ലേ. ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് വെക്കായിരുന്നു പിന്നെ മെരി ക്രിസ്മസ്. മുമ്മൂൻ്റെയും ക്രിസ്മസ് ട്രീയുടെയും കല്യാണം കേട്ടോ. ഇതിങ്ങനെ ഇടയിൽ കയറ്റി വെച്ചാൽ മതി, മനസ്സിലായി? ഓക്കെ. നോക്കി റിങ്ങില്ലേ, റിങ്ങിനെ പോലെ ഇരിക്കുന്നു. ഇത് നമ്മുടെ മാനസിമോളെ ഗിഫ്റ്റ് തന്നെ കേട്ടോ. എനിക്കാണോ ലക്കിക്കാണോ എന്നൊന്നും അറിയത്തില്ല, എന്തായാലും കൊണ്ടുവന്ന്. നല്ലതാ. ഇത് എവിടെ കിട്ടും? ഗുഡ്. പപ്പാഞ്ഞിയുടെ സ്റ്റിക്കിങ് ടിങ്കിട്ടാ. ഇത് നമുക്ക് എവിടെയെങ്കിലും വെക്കണം, പപ്പാഞ്ഞിക്ക് തന്നെ കൊടുക്കാം. യെസ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് തോന്നല്ലേ ക്രിസ്മസ് ഇങ്ങനെ ട്രീ ഒരുക്കി അല്ലേ മുമ്മുന് മൊത്തത്തിൽ നാണവാ. മുമ്പ് പൊതുവേ നാണക്കാരിയാണ്. വൈറ്റ് ഇട്ടൂടെ, നല്ല ഭംഗിയായിരിക്കില്ലേ? സംസാരം അങ്ങനെ വരാറില്ല പൊതുവേ. ഊമയാണ്, മൂകയും. ഏകദേശം സെറ്റായി കണ്ടില്ലേ? മെരി ക്രിസ്മസ് നല്ല ഭംഗിയില്ലേ? ഏറെക്കുറെ എനിക്കിഷ്ടമായി. ഇനി പക്ഷെ രാത്രിയിൽ വെക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇതിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമായിരിക്കും. അത് ഒരെണ്ണേ ഉള്ളായിരുന്നു. പിന്നെ അത് ഗിഫ്റ്റ് ബോക്സിൻ്റെ അകത്ത്. ഓ, ബുക്കിട്ടടിച്ചേ മമ്മി. ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പം എനിക്കിത് ട്രീയിൽ എവിടെ ഇടണമെന്ന് അറിയത്തില്ല. അപ്പം നമുക്കിത് വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് അവിടെ കൊണ്ട് വെക്കാം. അപ്പം നമ്മൾ ഇവിടെ എല്ലാം ശരിക്കും ട്രീ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വെച്ച് സെറ്റ് ചെയ്തതന്നേ ഉള്ളൂ. നമ്മൾ പുറത്തെ ബാൽക്കണിയിലാണ് ട്രീ വെക്കുന്നത്. വെയിലായതുകൊണ്ട് ഇപ്പം അകത്ത് വെച്ച് ചെയ്യുന്നു. വെയിലാണ്. ഇപ്പം അവിടെ നമുക്ക് പോയാൽ നമുക്ക് ട്രീ ഒക്കെ കരിഞ്ഞു പോകും.
പോയോ വെയിൽ പോയോ? മുമ്മു ഇവിടെ റീത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കേട്ടോ. കഷ്ടം. നമ്മളെ റീത്ത് ഉണ്ടായിരുന്നില്ല, അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ റീത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാം. നമ്മൾ തനിയെ തന്നെ ഈ പറഞ്ഞ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് റീത്ത് ഉണ്ടാക്കി നോക്കാം. നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ് ആവുമെന്ന്. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഫൈനലാണ്. ഇത് നമ്മൾ ലാസ്റ്റ് പപ്പാഞ്ഞിനെ വെക്കാം കേട്ടോ. പപ്പാഞ്ഞിനെ നമുക്ക് ഇവിടെ വെക്കാൻ തൽക്കാലം. എങ്ങനെയുണ്ട് എല്ലാവരും പറയണം കേട്ടോ. നമ്മളിവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം നമുക്കിത് കാണിക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ നിന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കിത് കാണിക്കാൻ പറ്റിയില്ല. മുമ്മു കേട്ടോ നമുക്കിതൊക്കെ ചെയ്തു തന്നത്. നോക്കി എങ്ങനെയുണ്ട് നോക്കി, സ്റ്റാർ കാണിച്ചു പിന്നെ എങ്ങനെയുണ്ട് നോക്കി, എങ്ങനെയുണ്ട് നോക്ക്, നല്ല രസമില്ലേ? ഇത് നമ്മുടെ റീത്ത്, നമ്മളുണ്ടാക്കിയ റീത്ത് കൊള്ളാമല്ലേ? നമ്മുടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഇവിടെ വരെ ആയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ടെന്ന് പറയണേ എല്ലാവരും. മെരി ക്രിസ്മസ്. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഭംഗിയാവും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ ഫൈനൽ എത്തിയപ്പോൾ നല്ല രസമുണ്ട്. ഈ ലൈറ്റും കൂടെ ഇട്ടപ്പം നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം പുറത്ത് നിന്നുള്ള വ്യൂ, ഈ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് കാണുന്നതിനേക്കാളും ഭംഗി പുറത്ത് നിന്ന് കാണുമ്പോഴാണ്. കണ്ടോ ലക്കിയുടെ സന്തോഷം കണ്ടോ?